ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും നമ്മുടെ ഗംഗയുടെ മുന്നിൽ വെച്ച് ഗംഗയെ നെവിനെ ഇങ്ങനെ നോക്കി നിൽക്കെ കാവേരിയും വിനീതും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് കേട്ടോ. വിനീത് പറയുന്നതൊക്കെ കേട്ടിട്ട് കാവേരി കൈയും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കാൻ എവിടം വരെ പോകും എന്നൊന്ന് നോക്കട്ടെ എന്ന് കരുതി തന്നെയാണ്. പക്ഷെ കാവേരിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് നിവിനും മനസ്സിലായില്ല, അതുപോലെ തന്നെ വിനീതിനും മനസ്സിലായില്ല. ഇങ്ങനെയാണോ സ്ത്രീകളോട് സോഫ്റ്റായിട്ട് പെരുമാറുന്നത് എന്നാലോചിച്ചുകൊണ്ട് നിവിൻ പതുക്കെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഇതെങ്ങാണോ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ തുടർന്നാൽ ശരിയാവില്ല, ആ കാവേരി എങ്ങാണോ അന്വേഷിച്ച് വന്നാൽ നാണം കെടും എന്ന് നിവിൻ തലേ കൈയും വെച്ച് ഓർത്ത് പതുക്കെ ഇവർക്കരികിലേക്ക് വന്ന് ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പം സമയത്ത് ഗംഗയും ഇവർക്കരികിലേക്ക് വരിക. ഗംഗ വണ്ടി ഓഫ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ മുഖം കണ്ടത് ഇപ്പോഴാണ് കാവേരിയും ഗംഗയാണ് എന്നുള്ളത്. വിനീതനാണെ കണ്ടിട്ടും മനസ്സിലായില്ല കേട്ടോ. നെവിന് മനസ്സിലായി അത് കാവേരിയും ഗംഗയാണെന്ന്. അയ്യോ, കാവേരിയും ഗംഗയും, ഏത് കാവേരിയും ഗംഗയും എന്ന് വിനീത് ചോദിച്ചു കേട്ടോ. വിനീത് കാവേരിയും ഗംഗയും കണ്ണു തുറന്ന് നോക്കടാ, കാവേരിയും ഗംഗയും. ശരിയാണല്ലോ, കാവേരിയും ഗംഗയും. അപ്പം വീട്ടിലും കാവേരിയും ഗംഗയില്ലേ എന്നൊക്കെ വിനീത് ഇങ്ങനെ ചോദിക്കുക. വിനീതട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ, അത് കാവേരി എന്നും പറഞ്ഞ് നിവിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയതാ. എസ് ഓർ നോ, ഉത്തരം പറ. അത് കുറച്ച് കല്യാണത്തിനടക്കം പ്രതിഫലിച്ചയില്ലാതെ സഹായിച്ചപ്പോൾ എനിക്കൊരു സംശയം തോന്നിയായിരുന്നു, അതിപ്പം ശരിയായി. അയ്യോ കാവേരി, എന്താ ഇത്? പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിലേക്ക് അവിടുത്തെ ബന്ധുവായ യുവാവിന് പാതിരക്കൂട്ട്. അത് നടക്കില്ല നിവിൻ, നടക്കില്ല. കാവേരി എന്തൊക്കെയാണ് കാവേരി പറയുന്നത്? ഇത്ര ചീപ്പായിട്ട് പറയല്ലേ. ചീപ്പായിട്ട് തന്നെ ചിന്തിക്കും. എൻ്റെ അറിവിൽ വിനീതേട്ടൻ മദ്യം ഇതുവരെ കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. കാവേരി, ഐ ക്യാൻ എക്സ്പ്ലെയിൻ. ഇത് കടന്നു പോകുന്നുണ്ട് എൻ്റെ മുന്നിൽ നിന്ന്. വിനീത പ്ലീസ്, വിനീതേട്ടൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. പേളിൽ ഇത്തരം മുടന്ത ന്യായം പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ കാല് കുത്തരുത്. അപ്പോഴേക്ക് നമ്മുടെ വിനീതും പതുക്കെ ആക്ഷൻ കാണിച്ച് ഇവരോട് കാല് കുത്തരുത് എന്നൊക്കെ പറയാണ്. എന്നിട്ട് വിനീതും മിണ്ടാതെ വായി പൊത്തി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പതുക്കെ നെവിനെയും കാവേരിനെയും ഇങ്ങനെ നോക്കുന്നുണ്ട്. അയ്യോ അവൻ പോവാണ്, ഞാൻ കൂടെ പോട്ടാ എന്നൊക്കെ ചോദിക്കുക. ഇത് മിണ്ടരുത് എന്ന് കാവേരി പറഞ്ഞപ്പോൾ വീണ്ടും വായും പൊത്തി ഇങ്ങനെ ആടിയാടി നിൽക്കുകയാണ് വിനീത്. എൻ്റെ പൊന്നോ എന്നും പറഞ്ഞ് തലേ കൈവച്ച്. ഗംഗയാണെ ഇത്തിരി കൂടിപ്പോയില്ലേ? ഇല്ല, കുറഞ്ഞു പോയതേ ഉള്ളൂ. എന്തായാലും വിനീതിനെയും കൊണ്ട് ഇവർ വീട്ടിലെത്തി അവസാനം വിനീതിൻ്റെ തലയിൽ കൂടെ വെള്ളം കോരി ഒഴിച്ച് റൂമിലേക്ക് കൊണ്ട് കിടത്തുകയാണ് കേട്ടോ, എല്ലാവരും കൂടി ചേർന്നിട്ട്. അപ്പം തന്നെ വിനീത് കട്ടിലേക്ക് വീണ് കൂർക്കം വലിക്കാനും തുടങ്ങി. ആ കൂർക്കം വലിക്കുന്ന സ്റ്റൈലൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഗംഗ രാധമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്. രാധമ്മ തലയും കുലിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഉറങ്ങിയാ എന്ന് ശാരദ. നാളെ രാവിലെ ബോധം തെളിയുള്ളൂ എന്ന് ശാരദയോട് രാധമ്മ പറഞ്ഞു. എന്നാൽ വാ നമുക്ക് പോകാം. നീളയാണെങ്കിൽ ഗംഗേച്ചി വാ എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ വന്നോളാം. ഇറങ്ങാൻ നേരത്ത് ശാരദ ചോദിച്ചു, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നീ ഇങ്ങോട്ട് ഇറങ്ങ്, വാ, അവനിവിടെ കിടന്നോളും, നീ പുറത്തിറങ്ങിയിട്ട് വേണം വാതിൽ ചാരാൻ. അപ്പോഴേക്കും ഗംഗ അമ്മയോട് പറഞ്ഞു, അമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. അതെ, മാതൃകാ ഭാര്യയുടെ കടമകൾ കുളിപ്പിച്ചുകൊണ്ട് കിടത്തിയാൽ തീരത്തില്ലല്ലോ. ശേഷമുള്ള പരിചരണവും അവളുടെ ചുമതലയല്ലേ. അച്ഛനെ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ച് കാണാത്തതുകൊണ്ട് അമ്മയ്ക്കത് പരിചയം ഉണ്ടാവില്ല. അമ്മ പോയി കിടന്നു എന്ന് പറഞ്ഞ് അവൾ കഥ അങ്ങോട്ട് അടച്ചു കേട്ടോ. ചാരതിക്കാണെങ്കിൽ ആകെ സങ്കടമായിട്ട് ആക്കി പറഞ്ഞതാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നെവിനെ കാത്തു നിൽക്കുകയാണ്. നെവിൻ്റെ അമ്മ അസിയും ഉണ്ട്. അസി ചായയൊക്കെ കൊടുത്തു. കിടക്കാറായില്ലേ ആൻറ്റി? നെവിൻ വരട്ടെ, അവനോട് ജയബാലേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ ഭൂമി പൂജയുടെ കാര്യമല്ലേ? അപ്പോഴേക്കും നമ്മുടെ നെവിൻ വരുന്നുണ്ട്. പക്ഷേ നെവിൻ്റെ ബൈക്ക് നേരെയല്ല. അവൻ വന്നു എന്ന് തോന്നണമല്ലോ, ഞാൻ നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് അസി പോയിട്ടോ. എന്തായാലും ബൈക്ക് അസി പിടിച്ചു നിർത്തുന്ന പോലെയാണ് നിർത്തിയത്, വീഴാതെ. എടാ എന്നെ ഒന്ന് സഹായിക്കടാ. സഹായിക്കും. ഇപ്പോഴാണ് ഓക്കെ ആയത്. സ്റ്റാൻഡ് നേരെ വെച്ച് കൊടുത്തപ്പം നെവിൻ പറയാം, എടാ നേരെ നിൽക്കടാ, നീ കുടിച്ചിട്ടുണ്ടോടാ? 2 സ്മോള്. അസി മണപ്പിച്ച് നോക്കി. ഇത് 2 എവിടെ നിന്നാണ് വലിച്ചു കയറ്റിയത്? വിനീതിൻ്റെ കല്യാണത്തിൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു, അവിടെ നിന്ന് 2 ബിയർ കഴിച്ചു. ഇത് ബിയർ അല്ലല്ലോ. പറയുന്ന മുഴുവൻ കേൾക്കാതെ തോക്കി കയറി വെടിവെക്കല്ലേ. അവിടെ നിന്ന് ഞാൻ വിനീതിനെ കൊണ്ടുവിടാനായിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ കാവേരിയുടെ വീട്ടിൽ. ഗംഗയെ കെട്ടിയിട്ട് വിനീത് അവിടെയാണല്ലോ താമസം. എന്തായാലും അമ്മ ഇത് വന്ന് കേട്ടോണ്ടിങ്ങനെ നിൽക്കുക. എടാ കാവേരിയുടെ വീട്ടിലോ? അപ്പോൾ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തതാണല്ലോ അസിയുടെ. പക്ഷേ അവിടെ നിന്ന് എൻ്റെ മാനം പോയടാ, എൻ്റെ മാനം പോയി.
എന്താടാ കാവേരി അവളെന്നെ ചീത്ത പറഞ്ഞു. വിനീതിനെ കുടിപ്പിച്ചത് ഞാനാണെന്നാണ് അവൾ കരുതിയത്. അത് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ബാറി കയറി 2 കയറി. എന്നിട്ടിപ്പം നിൻ്റെ ബാലൻസ് പോയല്ലോ. ഈസ് ദർ എനി പ്രോബ്ലം? ചെറിയ പ്രോബ്ലം ഉണ്ട്. ആൻറ്റി കാത്തിരിക്കുക. വൈ ദിസ് മിഡ് നൈറ്റ്? അമ്മയ്ക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ? ഏതോ ഭൂമിയുടെ കാര്യം പറയാനാ. ഭൂമി എന്ന് വെച്ചാൽ മണ്ണല്ലേ. മണ്ണും പെണ്ണും എന്നും ദുഃഖം മാത്രമേ തരുവുള്ളൂ. ഒരു തുള്ളി മണപ്പിച്ചാൽ തുടങ്ങും അവൻ്റെ തത്വചിന്ത എന്ന് അസി പറഞ്ഞു. വാ, അമ്മ വെയിറ്റ് ചെയ്യുന്നു എന്നല്ലേ നീ പറഞ്ഞത്? അപ്പം നല്ല കുട്ടിയായിട്ട് പോകണം, നല്ല കുട്ടിയായിട്ട്. എന്തായാലും അമ്മ നോക്കിയിരിക്കുകയാണല്ലോ, ഡീസൻ്റ് ആയേക്കാന്നൊക്കെ ഓർത്ത് നെവിൻ വന്നതാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ നെവിൻ്റെ അമ്മ അങ്ങ് മാറിക്കളഞ്ഞു കേട്ടോ. എന്തായാലും അമ്മയില്ല എന്നും പറഞ്ഞാൽ നെവിൻ അങ്ങ് കയറിപ്പോയി. അസിയാണെങ്കിൽ അമ്മയെ തപ്പാണ്, ആൻറ്റിയെ തപ്പാണ്. അപ്പോഴേക്കും ഈ നെവിൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി മുന്നിലേക്ക് വന്നു. അതെവിടെ പോയി? നെവി വന്നപ്പോൾ ആൻറ്റി എവിടെ പോയി? മക്കളെ മദ്യപിച്ചിട്ട് ഇങ്ങനെ കാണുന്നതേ, തമ്മിലൊരു നേരിട്ട് കൂടി കാണുന്നതേ അത്ര ശരിയായ നടപടിയല്ല. അവനെ ഞാൻ നാളെ കണ്ടോളാം എന്നും പറഞ്ഞുകൊണ്ട് ആൻറ്റി അങ്ങ് പോവാണ്. എന്നാലും എൻ്റെ തല എന്നൊക്കെ ഓർത്താണ് അസി ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയി. നമ്മുടെ വിനീത് പതുക്കെ പുതപ്പൊക്കെ പുതച്ചിങ്ങനെ കിടക്കുകയാണ്. കിടക്കയിൽ നിന്ന് പതുക്കെ ഒന്ന് എഴുന്നേറ്റ് പതുക്കെ കുത്തിപ്പിടിച്ചിരുന്നു. ഇരുന്ന് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ്, തലയ്ക്കൊരു കനമൊക്കെ ഉണ്ട്, ഒന്നുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഇന്നലത്തെ രാത്രിയിലെ കാര്യങ്ങളൊക്കെ. പക്ഷേ എങ്ങനെ ഇവിടെ എത്തി എന്ന് മാത്രം ഓർമ്മയില്ല. അന്തം വിട്ടിങ്ങനെ കിടക്കുക. എഴുന്നേറ്റ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് ഷർട്ടും മുണ്ടൊന്നും ഇല്ല. ഇതൊക്കെ എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. ആരാ എന്നെ ഇവിടെ കൊണ്ടുവിട്ടത്? അയ്യേ, ഇതെന്താ ഇങ്ങനെ എന്നും പറഞ്ഞ് വീണ്ടും പുതപ്പും പുതച്ചിങ്ങനെ ഇരിക്കുക. കാരണം പുറത്ത് വന്ന് ആരോ കഥകിന് മുട്ടുന്നുണ്ട്. ആരാന്ന് ചോദിച്ചു. ഞാനാ ഗംഗ. എന്തായാലും അവൻ മൂടി പുതച്ചിങ്ങനെ ഇരിക്കുക. ഗംഗ ഒരു ഗ്ലാസ്സൊക്കെ ആയിട്ടാണ് വന്നത്. എന്ത് പറ്റി പുതച്ചു മൂടിയിരിക്കുന്നത്? പനിയുണ്ടോ? തൊടരുത്, പനിയൊന്നുമില്ല. ചായ എവിടെ വെച്ചിട്ട് പൊക്കോ. ഇത് കുടിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അവസാനം അവനത് വാങ്ങിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ചായയല്ല, മോരും വെള്ളമാണെന്ന്. ഇന്നലെ കുടിച്ച സാധനമൊന്നുമില്ല, കെട്ടിവിടാനായിട്ട് ഇതാ നല്ലത്. അത് അറിയാതെ ഞാൻ എന്നൊക്കെ പറഞ്ഞു ഇന്നലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് ഗംഗ പറഞ്ഞു കേട്ടോ. ആദ്യം കുടിച്ചിട്ട് ഗ്ലാസ് ഇങ്ങതാ, ഗംഗ പൊക്കോ, ഞാൻ കുടിച്ചിട്ട് ഇവിടെ വെച്ചോളാം. പറ്റില്ല, കുടിച്ചിട്ട് ഇങ്ങ് തരണം. ഇന്നലെ രാത്രി പതിവില്ലാതെ ഒന്ന് കുളിച്ചായിരുന്നു, അതാ പനിയുണ്ടോ എന്ന് ചോദിച്ചത്. അയ്യോ, എനിക്ക് ഓർമ്മയില്ല. ഓർമ്മ വരുത്താൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി കുളിപ്പിച്ചത്. അയ്യേ, നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായില്ലേ? കുറച്ച് ബക്കറ്റ് വെള്ളം ഒരാളുടെ തലയിൽ കോരി ഒഴിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? പിന്നെ ഭക്ഷണം ഇത്തിരി കുറയ്ക്കണം കേട്ടോ, താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴേ ഭയങ്കര വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് പതുക്കെ എങ്ങനെ ഇറങ്ങി പോവാണ്. അല്ല പിന്നെ ഈ പുതപ്പിനുള്ളിൽ ഇന്ന് മുഴുവൻ ഇരിക്കാനാണോ പരിപാടി? ഇന്നലത്തെ ഡ്രസ്സൊക്കെ നനഞ്ഞുകൊണ്ട് അലക്കാനിട്ടതാ. വേറെ ഡ്രസ്സ് അയൺ ചെയ്ത് മടക്കി അലമാരി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഗംഗ ഇറങ്ങിപ്പോയി. അപ്പം ഡ്രസ്സ് മാറ്റിച്ചത് ആരായിരിക്കും? അയ്യേ ഗംഗ എന്നും പറഞ്ഞ് വീണ്ടും മൂടി പൊതിച്ച് അവിടെ കിടക്കാണ് കേട്ടോ. എന്തായാലും നെവിൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും കട്ടിലിൽ ഒരു 5-6 ബോട്ടിൽ മദ്യം കൊണ്ട് വെച്ചിരിക്കുക. നെവിനാണ് അന്തം വിട്ട് പോയിട്ടോ. എൻ്റെ കട്ടിലിൽ ഇങ്ങനെ മദ്യക്കുപ്പികൾ പുതിയത് പൊട്ടിക്കാത്തത് ഇങ്ങനെ കൊണ്ട് വെച്ചേക്കുക. അത് നോക്കി അന്തം വിട്ട് നിന്നപ്പോൾ അമ്മ വന്നു. ഇതൊക്കെയേ ഇന്ത്യനാ, ഫോറിൻ വേറെയുണ്ട് പല ഇനത്തിലുള്ളത്. ഞാനൊന്നും ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, പറഞ്ഞ് വാങ്ങിപ്പിച്ച് ഇതേ ഉള്ളൂ. എന്തെങ്കിലും കുറവുണ്ടേ പറഞ്ഞേരേ, ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പം നെവിൻ അമ്മ എന്ത് വിചാരിക്കുന്നുള്ള ജാമ്യമൊന്നും വേണ്ട. നിനക്ക് എന്ത് വേണേലും എന്നോട് തുറന്നു പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഏത് കാര്യത്തിലായാലും കൂട്ടുകാർക്കൊപ്പം ഒരു തമാശക്കൊക്കെ ആയിരിക്കും തുടങ്ങി വെക്കുന്നത്, പിന്നെ അത് ശീലാകും. ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തണമെങ്കിലും മനസ്സ് ഫ്രീ ആവണമെങ്കിലും മദ്യം വേണമെന്ന് തോന്നി തുടങ്ങും. ആഫ്റ്റർ എഫക്ട്സ് അറിയാമെങ്കിലും അതിൻ്റെ അടിമയായിട്ട് തീരും. നാട്ടിലും വീട്ടിലും നാറും. അത് വേണ്ട, നിനക്കാവശ്യമാണെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം. ഒപ്പം കഴിക്കേണ്ട എന്താണെന്നൊന്നും അറിയത്തില്ല, അത് റെസ്റ്റോറൻറ്റിൽ നീ പറഞ്ഞാൽ മതി. അമ്മ അത് വേണ്ട. മദ്യത്തിനെതിരെ പ്രചാരണം നടത്തുന്ന ആളാണ് നിൻ്റെ അച്ഛൻ. പുറത്തു പോയി കഴിച്ച് ആ വലിയ മനുഷ്യന് നാണക്കേടുണ്ടാക്കി വെക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഇറങ്ങി അങ്ങ് പോയി. ഇവനാണെങ്കിൽ ആകെ നാണക്കേടായ ഒരവസ്ഥയാണ്. അതും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അടുക്കളയിൽ ഗംഗയുണ്ട്, കാവേരിയുണ്ട്, രാധമ്മയുണ്ട്, ശാരദയുണ്ട്, അതുപോലെ യമുനയുണ്ട്. കാവേരി ഇല്ല കേട്ടോ, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശാരദയോട് രാധമ്മ പറഞ്ഞു, എൻ്റെ അഭിപ്രായം പറയുവാണെങ്കിലുണ്ടല്ലോ അവനോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കണ്ട. എന്താ അമ്മ ഈ പറയുന്നത്? കുടിച്ച് കുന്തം പറഞ്ഞ് പാതിരാത്രിയായിട്ടും വീട്ടിൽ കയറാതിരുന്ന ആളോട് ഒന്നും ചോദിക്കണ്ടെന്നോ? കാശും പണമൊന്നും ഇല്ലേലും അവനൊരു ആണ്ടരിയായിട്ട് നിന്ന് ഈ വീട് നോക്കും എന്ന പ്രതീക്ഷയായിരുന്നു എനിക്ക്. അവൻ എന്നും ഇങ്ങനെ വന്നാലോ? അപ്പോൾ കാവേരി അങ്ങോട്ടേക്ക് വന്നേ.
വിനീതിനെ എത്ര തവണ നീ കുടിച്ചിട്ട് കണ്ടിട്ടുണ്ട് എന്ന് രാധമ്മ ചോദിച്ചു. അമ്മ, അവൻ വേറൊരു വീട്ടിൽ ജീവിച്ചിരുന്നപ്പോൾ നമുക്കതറിയോ? അണ്ടിയോടെടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂ. ഒന്നും മനസ്സിലാകാതെ നമ്മുടെ കാവേരി അണ്ടിയോടെടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുമെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ശരിയാ അച്ചമ്മയോ, മാങ്ങ വാങ്ങുമ്പോൾ നോക്കി വാങ്ങിക്കണം. കഴിഞ്ഞ തവണ അച്ചാറിടാൻ വാങ്ങിച്ച മാങ്ങ ഭയങ്കര പുളിയായിരുന്നു. സുജാതയുടെ അടുത്ത് അതൊന്നും നടക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് അടങ്ങി നിന്നതാ എന്നെ ശാരദ. ഇവിടെ ഇന്നലെ നടത്തിയതൊരു പരീക്ഷണമായിരുന്നെങ്കിലോ? നീ അത്രയൊക്കെ ചിന്തിച്ചു. അമ്മയായി പോയില്ലേ, ചിന്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ഞാനൊരച്ഛൻ്റെ കഥ പറയാം. ഒരു ദിവസം രാവിലെ അമ്മ വന്ന അച്ഛനോട് പറഞ്ഞു, മനുഷ്യ, നമ്മുടെ ബാത്റൂം മുഴുവൻ സിഗരറ്റ് നാറുന്നു, നിങ്ങളുടെ മോനോടൊന്ന് ചോദിക്കണമെന്ന്. അച്ഛൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന്. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറയാ, ഇപ്പം ബാത്റൂമല്ലേ നാറിയിട്ടുള്ളൂ, ചോദിക്കാൻ പോയാൽ ഈ വീട് മുഴുവൻ സിഗരറ്റ് നാറുന്നു. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ ആർക്കെങ്കിലും? ആ അച്ഛൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം? ചോദ്യം പറച്ചിലൊക്കെ ആയ ഒരു ബഹളത്തിലേ അതങ്ങ് ഒതുങ്ങി തീരും. ചെറുക്കന് മനസ്സിലാകും ഇതും എന്തായാലും ഇത്രയൊക്കെ ആയി നാറും. ഇനിയിപ്പോൾ സാരമില്ല, അച്ഛൻ്റെ അമ്മയുടെ മുമ്പ് വെച്ച് വലിച്ചേക്കാന്ന്. ഇതിനിടയ്ക്ക് ഇതൊന്നും വലിയ കാര്യമാക്കാതെ നമ്മുടെ കാവേരി യമുന ചിരണ്ടി വെച്ച തേങ്ങ ഒരു പിടി അങ്ങ് വാരി തിന്നുക. എൻ്റെ പൊന്നമ്മ ഇത് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ യമുന ഞാൻ ചിരണ്ടി തേങ്ങ മൊത്തം വാരി തിന്നു. അയ്യോ, ഒരു പൂച്ചയെ മേടിച്ച് വളർത്തിയാൽ മതിയായിരുന്നു, ഇതുങ്ങളെ വളർത്തണ സമയം. അത് കട്ട് തിന്നാലും എലിയെങ്കിലും പിടിക്കൂലോ. എന്നാൽ പിന്നെ നീ പൂച്ചയെ മേടിക്കും, ഞാൻ എൻ്റെ പണി നോക്കട്ടെ എന്നും പറഞ്ഞ് ശാരദ പോകാൻ തുടങ്ങാം. അമ്മ പോകലേ, ഈ പിള്ളേരിങ്ങനെ ഓരോ കുഴപ്പം ഉണ്ടാക്കുന്നതല്ലേ. അമ്മ പറയണ ചോദിക്കേണ്ടെന്നാ? അതേന്നെ, ഈ മദ്യപാനം എന്നൊക്കെ പറയുന്ന പല ഭാര്യമാരുടെയും വജ്രായുധമാണ്. പലരും കണ്ടിട്ട് കണ്ടില്ല എന്നങ്ങ് നടിക്കും. വേറെ ദോഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് ശകലം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. എൻ്റെ മാധവേട്ടനും കഴിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അത് ഞങ്ങൾ തമ്മിൽ മാത്രമുള്ള രഹസ്യധാരണയായിരുന്നു. മാധവേട്ടൻ്റെ കുടുംബത്തിൽ നിന്നോ എൻ്റെ കുടുംബത്തിൽ നിന്നോ ആരെങ്കിലും ചോദിക്കാൻ വന്നാൽ ആദ്യം ഉടക്കുന്നത് ഞാനായിരിക്കും. അത് പരസ്പര ധാരണയിലും സ്നേഹത്തിലുമൊക്കെ പറഞ്ഞു തീർക്കേണ്ട ദുശീലങ്ങളാണ്. പുറത്തുനിന്ന് ആരും ഇടപെടുകയില്ല എന്ന് രാധമ്മ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഗംഗ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഗംഗ എന്തോ ഉറപ്പിച്ച പോലൊരു പോക്ക് കണ്ടിട്ട്, അവളിപ്പോൾ എന്തേലും പറഞ്ഞോടി, എവിടെന്ന് ഒരക്ഷരം അവൾ മിണ്ടിയില്ല. വിനീതിനോടും അങ്ങനെയാണോ അറിയില്ല. പക്ഷേ ഇക്കണക്കിനാണെങ്കിൽ അവൾ വിനീതിനെ മുട്ടേ നിർത്തി ഏത്ത് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതേ സമയം അപ്പുറം ഏത്ത് വിടുന്ന കേട്ടോ കാണിക്കുന്നത്. വിനീത് നിന്ന് ഏത്ത് വിടുകയാണ്. അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. സി യു അഗെയിൻ. താങ്ക് യു.